ചേച്ചി എന്റെ ബുക്ക് എടുത്തില്ലടാ. ഞാൻ ഇന്നെന്താ എടുക്കണം? എടാ ആദ്യം കളിക്കല്ലേ, അത് തന്നെ, അതെന്റെ അല്ല. എനിക്കിത് വേണം. അമ്മേ ഇത് കണ്ടോ? എടാ അവിടെ നിക്കടാ. ഓ തുടങ്ങി. പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. സമയം എത്രയെന്ന വിചാരം? ഇങ്ങ് താടാ അത്. നീ ഓടി ആദ്യം എന്റെ വാങ്ങും. പോട്ടടി പിള്ളേരല്ലേ. എന്തോന്നടാ എന്താ പറഞ്ഞാലും വക്കാലത്തോ എത്തിക്കോളും. അതൊന്നും പറഞ്ഞാൽ നിനക്ക് ഓ മനസ്സിലാവില്ല. പിന്നെ കഴിഞ്ഞ 20 വർഷം മരുഭൂമി കിടന്നവനെ അതിന്റെ വേദനയാണ്. തുടങ്ങി. ഞാൻ എന്റെ പിള്ളേരെ കണ്ണു നിറച്ച് കാണുന്നത് ഇപ്പൊ. കണ്ടോ അമ്മേ ഞാൻ ഇറങ്ങുവാ. മോനെ നീ ഒന്നും കഴിക്കുന്നില്ലടാ? ഇല്ലമ്മേ, ഒരുപാട് ലേറ്റ്. അരുണെ ഇതെങ്കിലും കൊണ്ടുപോ മോനെ. ടികിച്ചു വാ. ആദി വാടാ. ഈ സർക്കിൾ എവിടെ പോയി കിടക്കും? ആദി ഇറങ്ങി വാടാ. അച്ഛാ ഞാൻ ഇറങ്ങുവാ. അവനെ സൂക്ഷിച്ചു പോണേ. നീ വരുന്നോ? അയ്യോ ചേട്ടൻ പോയോ? ഈ ചേച്ചി പോയേനെ. എന്തോ മോനെ വഴക്കുണ്ടാക്കാതെ പോടാ. ഒരസൂയ. ആഹാ മോനിന്ന് ചീപ്പൊക്കെ കൊണ്ടാണല്ലോ. ഞാനിത് അച്ഛനോട് നിന്ന് പറഞ്ഞു നോക്ക്. നീ കേട്ടിട്ടില്ല ഒരു ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം? അടുത്തു വന്നാട്ടെ. ഇടി പെണ്ണുപിള്ളേർക്ക് ഇഷ്ടം എന്നെ പോലെയുള്ള ഫ്രീക്കന്മാരെയാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഫ്രീക്കായിട്ട് നടക്കുന്നത്. ഓ എനിക്കറിയാം, നീ ആ 5Bയിലെ സനയെ നോക്കുവല്ലേടാ. ആണെങ്കിൽ പൊന്നു മോനെ, സനയുടെ പാപ്പ പോലീസിലാ. ഇരിക്കുന്നു ചേച്ചിയുടെ എന്നാലും നടക്കുന്ന ആയി നോക്കി. ചുമ്മാ അത് കളിക്കാതെ വന്നേ. ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. മതി. ഇവിടെ നിർത്തി. അത് മതി. ചേച്ചിയെ ഓട്ടോയ്ക്ക് കൊടുക്കാൻ 100 രൂപയ്ക്ക് എടുത്തേ. നമ്മുടെ ചേച്ചിയാ ഇപ്പൊ കൊണ്ടുവരും. രവി വന്നിട്ടുണ്ട്. ഇവന് നീ ഒറ്റ പെങ്ങളെ ഉള്ളൂടി എല്ലാ മാസവും ഇങ്ങോട്ട് കെട്ടിയെടുക്കാനായിട്ട്. പോട്ടെ നീ. വകയിൽ ഒരു ആങ്ങളെയാണെങ്കിലും അവനല്ലേ ഉള്ളൂ നമ്മളെ കൂടെ ഇപ്പൊ വരാനായിട്ട്. പാവം. വേറെ ആരും കേട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. വരുമ്പോ എന്റെ പൈസ ഉണ്ടായിരുന്നു ചേച്ചി. പിന്നെ ഈ വരുന്ന വഴിയിലല്ലയോ തീർന്നു പോയ. ഓ അല്ലെങ്കിൽ നീ പൈസ ആയിട്ടല്ലേ വരാറുള്ളൂ. അളിയോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് വിശേഷോടാ? അവിടെ എന്തൊക്കെയുണ്ട്? ഓ പറമ്പേ കുറെ ജോലിക്കാരുണ്ട് അളിയാ. എനിക്കാണെങ്കിൽ നിന്ന് തീരെ സമയവും ഇല്ല. എന്നാ രവിക്കൂടെ അവരെ അങ്ങ് സഹായിച്ചുകൂടെ? എനിക്ക് ഈ മണ്ണിന്റെ അലർജി അല്ലേ അളിയാ. അളിയ അറിഞ്ഞു. അലർജി അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ കൂട്ടാ? അങ്ങനെ പറഞ്ഞ അയ്യോ ഇവളങ്ങ് വളർന്ന് സുന്ദരിയായല്ലോ. ഇത് തന്നെയല്ലേ അമ്മാവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞേ. ഇനി ഈ ഡയലോഗ് ഒന്ന് മാറ്റി പിടിക്കും, വെറുതെ വെറുപ്പിക്കല്ലേ. അമ്മാവാ എനിക്കെന്തോ കൊണ്ടുവന്നേ. അമ്മാവനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. മോളെ കിച്ചു മോളെ, എന്താ അമ്മാവനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണാവോ? അതൊക്കെ ഉണ്ട്. എന്നാ താ തന്നാ മോളത് തരും. അമ്മാവന് എന്താ വേണ്ടേ? കിച്ചുമോളെ. അമ്മ എന്താടാ കിച്ചു, വിശക്കുന്നുണ്ടോ? ഈ അമ്മാവൻ എപ്പോഴാ വന്നേ? അമ്മാവൻ ഇന്ന് ഉച്ചയ്ക്ക് വന്നു. ഇനി എന്നാ പോകുന്നേ? 2 ദിവസം കഴിഞ്ഞ് പൊക്കോളൂ. ഓ ഇനി 2 ദിവസം കൂടെ സഹിക്കണോ? അമ്മാവൻ പാവല്ലേ. അമ്മേ എന്താടാ വിശക്കുന്ന അമ്മേ? അയ്യോ എനിക്കിത് മതി. അമ്മേ എത്തിയോ രണ്ടും? അരുൺ എന്തിയടാ? വരുന്നുണ്ടമ്മേ. നല്ല വിശപ്പ്, കഴിക്കാൻ എന്തോ എന്തേലും എടുക്കാവടാ. ചൂടായിട്ട് എന്താ ഉള്ളേ? ഉണ്ണിയപ്പം എടുക്കാടാ.
അളിയൻ എത്തിയോ? അളിയൻ ബ്രോ, വന്നോ? താമസിച്ചത്? ഒന്നും പറയണ്ട, മുടിഞ്ഞ ട്രാഫിക് റോഡിൽ. പിന്നെ ഇന്ന് ആരെ കണി കണ്ടെന്ന് പോലും അറിയില്ല. ഇണ്ടാ, എവിടെ മതിയടാ വലിച്ചത്. വാ മതി പോച്ചല്ലേ, ഇഞ്ഞെടുക്ക്. നീ വന്നിട്ട് തുടങ്ങാന്ന് വിചാരിച്ചത്. Are you? What do you want to be? We follow the heroes blindly, but others become heroes. They become heroes because they are different. Each of the successful person or any great personality, if you see, they have nothing in common. They are different. They are different by being themselves. എന്താടി നിനക്ക് വയ്യായോ? അസംബ്ലിയിൽ നിന്നപ്പോ ആകെ വയ്യാത്ത പോലെ. അറിയില്ലടാ, 2 ദിവസം ആകെ ഒരു അസ്വസ്ഥത. എന്താ പീരീഡ്സ് ആണോ? അത് ഈ മാസം വന്നില്ല. വന്നില്ല? ഇല്ല. വിശാലമായിട്ട് വല്ല ചുറ്റിക്കളി. ഇന്ന് എന്തായാലും സ്ട്രൈക്ക് ആയി, നന്നായി അല്ലേ? കിച്ചു മോളെ, കിച്ചു എന്താടാ? ഒന്നുമില്ല ഏട്ടാ. നീ ഒന്നും കഴിച്ചില്ലയോ? വിശപ്പില്ലായിരുന്നു. എന്ന് ഏട്ടൻ തന്നെ കൊണ്ടു തന്നാലേ നീ പാല് കുടിക്കും അല്ലേ? മോളെ ഇന്ന് അധികം സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട, കിടന്നോ ഈ പാല് കുടിച്ചിട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ ഗംഗേ. എന്താടി രാത്രി? എനിക്ക് ഭയങ്കര ടെൻഷനാ ഗംഗേ. നാളെ ഒന്ന് വരുമോ? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പ്ലീസ് നീ ഒന്ന് വരണേ. നീ വിഷമിക്കാതെ. പാല് കുടിക്കുമ്പോഴെങ്കിലും ഞാൻ ഉറങ്ങുന്നതായിരുന്നടി. ഇപ്പൊ പാല് കുടിക്കാനും തോന്നുന്നില്ല. നീ വിഷമിക്കാതെ, ടെൻഷൻ അടിക്കാതെ. ആ ഗംഗമ്മോളോ? ആ അമ്മേ, എന്താ മോളെ രാവിലെ? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നതാ. അവൾ എഴുന്നേറ്റ് കാണും. മോളും കൂടി ചെല്ല്. കൃഷ്ണേ, ഡി കൃഷ്ണേ, നീ ഇതുവരെ എണ്ണീട്ടില്ലടാ. ഞാൻ ഉറങ്ങിയിട്ടില്ല ഗംഗേ. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഡാ, ഇത്ര വിഷമിക്കാൻ എന്താ? അതല്ല, എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. ഡി, നീ സത്യം പറ. നീയും വിശാലമല്ല. ഈശ്വരനാണ്, എൻ്റെ അമ്മയാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതല്ലടാ, നിന്റെ ഈ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ നമ്മുടെ കേട്ടോറി വെച്ച് ഇതെല്ലാം വിരൽ ചൂണ്ടുന്ന പ്രഗ്നൻസിയിലേക്കാ. അതാണ് എൻ്റെ ടെൻഷൻ. ഡാ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. എങ്ങനെ? ഡാ, എൻ്റെ ആൻറ്റിക്കൊരു മെഡിക്കൽ ഷോപ്പുണ്ട്. ഇതറിയാനുള്ള പരിഹാരം ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കി അമ്മയൊന്നും അറിയിക്കരുത്. നീ റെഡിയായി സ്കൂളിൽ വാ, നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പോട്ടെ. പോട്ടടാ. കൃഷ്ണേ, കൃഷ്ണേ, നീ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നേ? കൈന്ന് വിട്. വിടാനല്ലേ പറഞ്ഞേ? കൈന്ന് വിടടാ. എന്താടി, എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എനിക്കറിയില്ലടി, എനിക്ക് വട്ടം അടിക്കുന്നത് പോലെയാ. മോഹിനി ടീച്ചർ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കണ്ടതാ. എന്താ ഇവിടെ രണ്ടുപേരും? സ്പോർട്സിന് പോയില്ലേ? എന്തു പറ്റി? 2-3 ദിവസമായി ഞാൻ കൃഷ്ണനെ ശ്രദ്ധിക്കുന്നു. ഒന്നുമില്ല മിസ്, തലവേദന. അതല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല മിസ്. കയ്യിലെന്താ? ഒന്നുമില്ല. നോക്കട്ടെ, കാണിക്കൂ. 2 പേരുടെയും കയ്യിൽ എന്തോ കള്ളത്തരമുണ്ട്. അതിന് താ. മിസ്സിനെ രേഖാ മിസ് വിളിക്കുന്നു. +2 ആണേ. 2 പേരും ഉഴപ്പാതെ നന്നായി പഠിച്ചോണം. ഇനി നീലനുമായി ഒരു മീറ്റിംഗ് കൂടി, അവിടെ നമ്മൾ കാര്യം പറയും. പിന്നെ നിശ്ചയിച്ചുറപ്പിച്ച പോലെ എന്താ പ്രേമട്ടെ ചാനൽ മാറ്റിയേ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അതിനകത്തോട്ട് കയറി. എന്തേലും കണ്ടോണ്ടിരിക്കുമ്പോഴാ.
ആരെ? സുരക്ഷിതരെന്ന് സുഷമ സ്വരാജ്. കണ്ടല്ല മനസ്സിലായി. കിച്ചു കിച്ചു PV അൻവർ MLA ആദ്യം എവിടെ? വാട്ടർ തീം പാർക്ക് നിർമ്മിക്കുന്നത് ഏത് അമ്മേ കുഴി പോലും പാടില്ല എന്ന് അമ്മേ എന്താ നിർത്തിയിരിക്കുന്നത് എല്ലാ പിള്ളേരും പോയി. ഞാൻ എന്താണ് പറ്റിയേ? ഈ ചേച്ചി എന്നെ കൂട്ടാതെ പോയെ. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവക്ക് എന്തോ മാറ്റമുണ്ട് പ്രേമേട്ട. ആണോ കിച്ചു? എന്താ അച്ഛാ? എന്ത് പറ്റി കൂട്ടാ നിനക്ക്? ഒന്നുമില്ല. ചേട്ടാ ആരാടി നിന്റെ കൈ കയറി പിടിച്ചവൻ? ആരെ? അവൻ പറഞ്ഞല്ലോ ഏതോ ഒരുത്ത സ്കൂളിൽ പോകുന്ന വഴിക്ക് നിന്റെ കൈ കയറി പിടിച്ചെന്ന്. അറിയില്ല ഏട്ടാ. നീയും അവനുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോടി? ഇല്ല. എടി എന്തെങ്കിലും ഉണ്ടെങ്കി ഇപ്പൊ പറഞ്ഞു പോടാ. അല്ലെങ്കിൽ നിനക്കൊരു ഞുണ്ടിയെ കെട്ടേണ്ട ഗതി വരും. നീ പോടാ. ഞാൻ പോയിക്കാവേ. ആരാടാ ഈ വിശാൽ? ചേച്ചി ആരാരെ തല്ലി ചതച്ച് ഹോസ്പിറ്റലാക്കിയെന്ന് അളിയില്ല അവിടെ. ഞാൻ പോയി നോക്കിട്ട് വരാം. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ചേച്ചി ചേച്ചി അറിഞ്ഞോ? എന്തിനാ ചേച്ചി കരയുന്നേ? അമ്മേ ചേച്ചി കരയുന്നു. എന്താ കിച്ചു ഇവൻ പറഞ്ഞു നീ കരഞ്ഞൂന്ന്? ഞാൻ കരഞ്ഞില്ലമ്മേ. അവൻ ചുമ്മാ ചുമ്മാ നീ കരഞ്ഞിട്ടുണ്ട്. ഇല്ല. എന്താടാ? ഒന്നും ഇല്ല അമ്മ. എന്തിനാടാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ല അമ്മ. പോടാ, ഈ പിള്ളേരെല്ലാം കൂടെ എന്നെ വട്ട പിടിപ്പിക്കാൻ. എന്റെ ഈശ്വരാ, എനിക്ക് എന്താണ് സംഭവിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്തുവാടാ മോനെ, നീ ആരെ തല്ലി ചതച്ച് ഹോസ്പിറ്റലാക്കിയിരിക്കുന്നേ? അമ്മാവൻ പറഞ്ഞല്ലോ എന്നോട്. എന്താടാ നീ എങ്കിലും ഒന്ന് പറ. എന്താടാ കാര്യം? എനിക്ക് പറ്റില്ല കേട്ടോ അച്ഛനോട് സമാധാനം പറയാൻ. എടാ അവന് വല്ലതും പറ്റിയോ? ഇല്ല അമ്മ. എടാ ഒന്ന് പറ, നീ കേൾക്കുന്നില്ല ചോദിക്കുന്നൊന്നും.